എല്ലാവരെയും അംശബന്ധവും അനുപാതവും എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ, എൻ്റെ പേര് ജോസ് കാപ്പൻ. ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ ജോസ് കാപ്പൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് 2024 ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 4 ചോദ്യം. ഇടത് സൈഡിൽ ചോദ്യം ആൻസർ മാർക്ക് ചെയ്യാതെയും വലത് സൈഡിൽ ചോദ്യം ആൻസർ മാർക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ മുഴുവൻ കണ്ട് സമയം കളയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് കണക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് വെറുതെ വീഡിയോ കണ്ട് അനാവശ്യമായി സമയം വേസ്റ്റ് ആവാതിരിക്കാൻ ഈ വീഡിയോയിൽ ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങൾ തുടക്കത്തിൽ കാണിക്കുന്നു. ഒരു സ്ലൈഡ് കൂടെ ഉണ്ട്, വീണ്ടും ഒരു 2 ചോദ്യങ്ങളും കൂടെ. ഇതെല്ലാം 2024 ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നിങ്ങൾ സ്വന്തം നിലയ്ക്കൊന്ന് ചെയ്ത് നോക്കണം. ഉത്തരം മാർക്ക് ചെയ്യാതെ ഇടത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്ത് വലത് സൈഡിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉത്തരങ്ങളെല്ലാം കിട്ടി, മനസ്സിലായി, കൺസെപ്റ്റൊക്കെ ഓക്കെ ആണെങ്കിൽ ബാക്കി വീഡിയോ കണ്ട് സമയം കളയണ്ട. ഇനി അതിൽ സംശയമുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളായിട്ട് എക്സ്പ്ലനേഷൻസ് കേൾക്കുക. ഇനി നിങ്ങൾ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിലാണോ ഞാൻ ചെയ്തേ എന്നറിയാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ 39ാമത്തെ ചോദ്യമൊക്കെ കുറച്ചുകൂടെ ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് മനസ്സിലാവാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക. അപ്പം വീണ്ടും എല്ലാവരെയും ഒത്തിരി 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 ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ചോദ്യം എങ്ങനെയാണ് ചോദ്യം പറഞ്ഞേക്കുന്നതാണ്. 4A = അല്ലേ? ഓക്കെ, 6B = 8C ആണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. 4A = 6B = 8C ആണ് എങ്കിൽ A:B:C എത്ര? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അല്ലേ മക്കളെ? ആണ്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ 3 എണ്ണം ഇക്വേറ്റ് ചെയ്ത് വന്നാൽ എയുടെ റേഷ്യോ കാണാൻ എയുടെ ടേം മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. 6ഉം 8ഉം കൂടെ ഗുണിക്കുമ്പം 6 8 48 എയുടെ റേഷ്യോ. യെസ്. ഇനി ബിയുടെ റേഷ്യോ കാണാൻ ബിയുടെ ടേം മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. 4 8 4 ഗുണിക്കുക. 4 32 ബിയുടെ റേഷ്യോ. ഇനി സിയുടെ റേഷ്യോ കാണാൻ സിയുടെ ടേം മൂടി വെക്കുക, ബാക്കി 2ഉം ഗുണിക്കുക. 6 4 24 സിയുടെ റേഷ്യോ. ശരിയല്ലേ? ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ മക്കളെ. നമുക്കെല്ലാം ഏത് വെച്ച് വെട്ടിക്കളയാൻ പറ്റും? 8 വെച്ച് വെട്ടാം അല്ലേ? യെസ്. 6 8 48, 4 32 അല്ലേ? 8 × 3 24. ആൻസർ 6:4:3 എന്ന് കിട്ടും. 6:4:3. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഈ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണല്ലോ. 4A = 6B = 8C എന്നാണ്. A:B:C കാണാൻ എയുടെ ടൈം കാണാൻ എ മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. ബിയുടെ ടൈം കാണാൻ ബി മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. സിയുടെ ടൈം കാണാൻ സി മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. സോ ആൻസർ 6:4:3 എന്ന് കിട്ടി. യെസ്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് സാലറീസ് ഓഫ് രാജു. ഒരാൾ രാജു ആണ്, ഒരാൾ രാധയാണ്, രാധ. ഒരാൾ ഗീത. യെസ്, ഒരാൾ ഗീത. ഇവരുടെ സാലറിയുടെ റേഷ്യോ 3:5:7 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ രാജുവിൻ്റെ സാലറി 3x ആയിട്ടും രാധയുടെ സാലറി 5x ആയിട്ടും ഗീതയുടെ സാലറി 7x ആയിട്ടും എടുക്കാം. ശരിയല്ലേ മക്കളെ? ആണ്. ഇനി ഇഫ് ഗീത ഗെറ്റ്സ് 868 മോർ ദാൻ രാജു. ഓക്കെ, അപ്പം ഈ രാജുവും ഗീതയും തമ്മിൽ കിട്ടിയ എമൗണ്ടുകളുടെ വ്യത്യാസം 868 പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? എനിക്കറിയാം രാജുവിന് 3x എമൗണ്ടാണ് കിട്ടിയത്, ഗീതയ്ക്ക് 7x എമൗണ്ടാണ് കിട്ടിയത്. ഇവർക്ക് കിട്ടിയ എമൗണ്ടുകളുടെ ഡിഫറൻസ് എത്രയാണ് മക്കളെ? ഇവർക്ക് കിട്ടിയ എമൗണ്ടുകളുടെ ഡിഫറൻസ് 4x ആണ്. ഒരാൾക്ക് 3x ഒരാൾക്ക് 7x ഡിഫറൻസ് 4x ആണ്. ഈ 4x ആണ് 868 എന്ന് പറയുന്നത്.
4x 868 ആണെങ്കിൽ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. സോ 200 അല്ലേ, 2 6 ഒരു തവണ 28 7 തവണ 217 കിട്ടും എക്സ്. അതായത് 868/4 217 കിട്ടും. എക്സ് 217 ആണെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താ? ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് രാധയുടെ സാലറിയാണ്. രാധയുടെ സാലറി 5x അല്ലേ, അപ്പോൾ 5x എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സോ 5 × x 217 ആണ്. 5 × 217 എത്ര കിട്ടും? 5 × 217 നമുക്ക് 5 × 217 ഗുണിക്കുമ്പം 1085 കിട്ടും. സോ മക്കളെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, എ കണ്ടെയ്നർ ഈസ് ഫിൽഡ് വിത്ത് മിക്സ്ചർ ഓഫ് 2 ലിക്വിഡ്സ് എ ആൻഡ് ബി. ഒരു കണ്ടെയ്നർ എയും ബിയും എന്ന ലിക്വിഡ് കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇൻ ദ റേഷ്യോ ഓഫ് 3:4. അതിൽ എയും ബിയും 3:4 എന്ന റേഷ്യോയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ എയുടെയും ബിയുടെയും ഒരു മിശ്രിതമുണ്ട്, അത് 3:4 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ എയുടെ അളവ് 3x ലിറ്ററായിട്ടും ബിയുടെ അളവ് 4x ലിറ്ററായിട്ടും എടുക്കാം. ഓക്കെ, ഇനി ബാക്കി 7 ലിറ്റർ ഓഫ് ലിക്വിഡ് എ ഈസ് ആഡഡ് ടു ദ കണ്ടെയ്നർ. ഇതിലേക്ക് 7 ലിറ്റർ ലിക്വിഡ് എ ഒഴിച്ചു. അപ്പോൾ ലിക്വിഡ് എ 3x ഓൾറെഡി ഉണ്ട്, അതിലേക്ക് ഒരു 7 ലിറ്റർ ലിക്വിഡ് എയും കൂടെ ഒഴിച്ചു. ഓക്കെ, ദ ന്യൂ റേഷ്യോ ഓഫ് ലിക്വിഡ് എ ആൻഡ് ബി ബിക്കംസ് 4:3. അങ്ങനെ ഒഴിച്ചപ്പോൾ പുതിയ റേഷ്യോ 4:3 ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം ലിക്വിഡ് ബി ഒന്നും ആഡ് ചെയ്തില്ല എന്നല്ലേ. അപ്പോൾ ലിക്വിഡ് ബിയുടെ പഴയ അളവും പുതിയ അളവും സെയിം ആണ് അല്ലേ. ലിക്വിഡ് എയുടെ അളവ് 3x ആയിരുന്നു, 7 ലിറ്റർ ഒഴിച്ചപ്പം 3x + 7 ആയി. ലിക്വിഡ് ബിയുടെ അളവ് 4x ആയിരുന്നു, ഇപ്പോഴും 4x തന്നെ. ഇനി ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവയുടെ റേഷ്യോ എന്തായിട്ട് മാറി? 4:3 ആയി മാറി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി 3x + 7 ആണ് എയുടെ ഇപ്പോഴത്തെ അളവ്, ഡിവൈഡഡ് ബൈ 4x ആണ് ബിയുടെ ഇപ്പോഴത്തെ അളവ്. ഇത് 4/3 എന്ന റേഷ്യോയിലാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. 3 കൊണ്ട് 3x + 7 ഗുണിക്കുമ്പം 9x + 21 എന്ന് വരും. 4 കൊണ്ട് 4x ഗുണിക്കുമ്പോൾ 16x എന്ന് വരും അല്ലേ മക്കളെ. ഓക്കെ, അപ്പം നമുക്ക് ഇവനെ ഇങ്ങോട്ട് മാറ്റുമ്പം 7x = 21 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സിൻ്റെ വില 3 എന്ന് കിട്ടും. എക്സിൻ്റെ വില 3 ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം? ഫൈൻഡ് ദി ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻ ദ കണ്ടെയ്നർ. ലിക്വിഡ് എയുടെ ആദ്യത്തെ അളവ്. ലിക്വിഡ് എയുടെ ആദ്യത്തെ അളവ് 3x അല്ലായിരുന്നോ? അപ്പോൾ x 3 ആണെങ്കിൽ 3x 3 × 3 എന്ന് കിട്ടും. ആൻസർ 9 ലിറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്തത് വേറെ ഒന്നുമില്ല മക്കളെ, ലിക്വിഡ് എയും ലിക്വിഡ് ബിയും ഉണ്ട്, അത് 3:4 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ എയുടെ അളവ് 3x ആയിട്ടും ബിയുടെ അളവ് 4x ആയിട്ടും എടുത്തു. ഇനി 7 ലിറ്റർ എ ആഡ് ചെയ്തു. അപ്പം എയുടെ പുതിയ അളവ് 3x + 7 ബിയുടെ പുതിയ അളവ് പഴയ അളവ് തന്നെ 4x. ഇപ്പോൾ റേഷ്യോ 4:3 ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3x + 7/4x എന്ന് പറഞ്ഞാൽ 4/3 ആണെന്നല്ലേ അർത്ഥം. സോൾവ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിച്ച് x 3 ആണ്. എയുടെ പഴയ അളവ് 3x ആയിരുന്നു, അത് എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 3, ആൻസർ 9 എന്ന് കിട്ടും. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, മിസ്റ്റർ എക്സും മിസ്റ്റർ വൈയും പ്രതിവർഷം യഥാക്രമം 2,50,000 രൂപയും 5 ലക്ഷം രൂപയും നിക്ഷേപിച്ച് ഒരു ബിസിനസ് ആരംഭിച്ചു. ഒരു വർഷത്തിന് ശേഷം മിസ്റ്റർ എക്സ് 2,50,000 രൂപ കൂടി ബിസിനസ്സിൽ നിക്ഷേപിച്ചു. അതേസമയം മിസ്റ്റർ വൈ ബിസിനസ്സിൽ നിന്ന് 1 ലക്ഷം രൂപ പിൻവലിച്ചു. 2 വർഷം കഴിയുമ്പോൾ മൊത്തം ലാഭം 6,60,000 രൂപയാണെങ്കിൽ ഓരോരുത്തരുടെയും ലാഭം എത്ര? അപ്പോൾ ആകെ 2 വർഷ കാലയളവിലേക്ക് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യം 1 വർഷം ഒരു എമൗണ്ട്, അടുത്ത 1 വർഷം മറ്റൊരു എമൗണ്ട് ആണ് അല്ലേ. എപ്പോഴും ഓർക്കുക മക്കളെ, ലാഭം വീതിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും കാലയളവും ഗുണിച്ച് കിട്ടുന്നതിൻ്റെ റേഷ്യോയിലായിരിക്കും. എപ്പോഴും ഒരു ലാഭം വീതിക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റും കാലയളവും ഗുണിച്ച് കിട്ടുന്നതിൻ്റെ റേഷ്യോയിലായിരിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ശ്രദ്ധിച്ചേ, എക്സ് ഉണ്ട്, വൈ ഉണ്ട് കഥയിൽ അല്ലേ. എക്സ് ഒരു 2,50,000 രൂപ നിക്ഷേപിച്ചു തുടക്കത്തിൽ, ആണോ? അത് ആദ്യത്തെ 1 വർഷത്തേക്കാണ്, അതായത് 12 മാസത്തേക്ക്, ശരിയല്ലേ? ആണ്.
പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു 2,50,000 കൂടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു അടുത്തൊരു വർഷത്തേക്കെന്നല്ലേ. അപ്പം 2,50,000 കൂടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 5 ലക്ഷം രൂപയായി ഇപ്പം. ഈ 5 ലക്ഷം രൂപയുണ്ട് അടുത്ത ഒരു വർഷത്തേന്, അപ്പോൾ അടുത്ത 12 മാസത്തേന്. അപ്പോൾ ഇതാണ് ആകെ എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ. അതായത് ആദ്യം ഒരു 2,50,000 ആദ്യത്തെ ഒരു വർഷത്തേന് 12 മാസത്തേന്, അതാണ് ഈ എഴുതിയേക്കുന്നത്. പിന്നെ ഒരു 2,50,000 കൂടി ഇട്ടെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം രൂപയായി. അപ്പോൾ ഈ 5 ലക്ഷം രൂപയുണ്ട് അടുത്ത ഒരു വർഷത്തേന്, അപ്പോൾ ആകെ 2 വർഷമായല്ലോ. ഇതാണ് എയുടെ കോൺട്രിബ്യൂഷൻ, എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ. വൈയുടെ കോൺട്രിബ്യൂഷൻ എന്താ? വൈ ആദ്യം ഒരു 5 ലക്ഷം രൂപ ഇട്ടു അല്ലേ, എത്ര നാളത്തേന്? 12 മാസം, ഒരു വർഷത്തേന്. ഇനി ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ പിൻവലിച്ചു. അപ്പോൾ ഇപ്പോൾ ഇനി എത്ര ഉള്ളൂ? 4 ലക്ഷം. ഈ 4 ലക്ഷമാണ് അടുത്ത 12 മാസത്തേന് ഇട്ടത്. ക്ലിയർ ആണോ? ഒരു 0 കൂടെ ഉണ്ട്. 4 ലക്ഷമാണ് അടുത്ത 12 മാസത്തേന്. ഇതാണ് വൈയുടെ കോൺട്രിബ്യൂഷൻ 2 വർഷം കൊണ്ട്. ആദ്യം ഒരു 5 ലക്ഷം 12 മാസം പ്ലസ് പിന്നെ ഒരു 4 ലക്ഷം 12 മാസം. ഇതാണ് ഇവർ നിക്ഷേപിച്ച എമൗണ്ടും കാലയളവും ഗുണിച്ച് കിട്ടുന്നത്. ഇതിൻ്റെ റേഷ്യോയിൽ വേണം ലാഭം വീതിക്കാൻ. ഓക്കെ, ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോഴേ മക്കളെ ഇവിടെയും 12 ഇവിടെയും 12 ഉണ്ട്. 12 അങ്ങ് പുറത്തെടുക്കാം. ബാക്കി 2,50,000 5 ലക്ഷം കൂടെ കൂട്ടുമ്പം 7,50,000 എന്ന് കിട്ടും. ഇവിടെയും 12 കോമൺ, 12 പുറത്തെടുക്കാം. ബാക്കി 5 ലക്ഷവും 4 ലക്ഷവും കൂട്ടുമ്പോൾ 9 ലക്ഷം എന്ന് കിട്ടും. 9 ലക്ഷം അല്ലേ മക്കളെ? ഇതും അപ്പുറം ഇപ്പുറം കിടക്കുന്നത് വെട്ടിക്കളയാം, റേഷ്യോ അല്ലേ. ഇനി ഇവിടുത്തെ 4 0 ഇവിടുത്തെ 4 0 വെട്ടിക്കളയാം. ബാക്കി 75:90 എന്ന് കിട്ടും. ഇത് രണ്ടും 15ൻ്റെ മൾട്ടിപ്പിൾസാണ്. 15 വെട്ടിക്കളയുമ്പം എത്ര? 15 75 5 90 6 തവണ അല്ലേ. അപ്പം 5:6 എക്സിൻ്റെയും വൈയുടെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലാഭം വീതിക്കേണ്ട റേഷ്യോ 5:6 എന്നതാണ്. ഈ റേഷ്യോയിൽ ലാഭം വീതിക്കണം. അപ്പോൾ എയുടെ ഷെയർ കാണാൻ ആകെയുള്ള 6,60,000 11 5 ഭാഗമാണ് എയുടെ അല്ല എക്സിൻ്റെ ഷെയർ. എയുടെ ഷെയർ അല്ല എക്സിൻ്റെ ഷെയർ. എയും ബിയും അല്ല എക്സും വൈയും അല്ലേ. എക്സിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 6,60,000 11 5 ഭാഗം. ആകെ 11 ഉണ്ട്, അതിൽ 5 ഭാഗമാണ് എക്സിൻ്റെ ഷെയർ. ശരിയല്ലേ? വെട്ടിക്കളയുമ്പം ഇതും വെട്ടിപ്പോയി 6 അല്ലേ മക്കളെ. സോ 60,000 ഇൻറ്റു 5 എന്ന് കിട്ടും. 6 5 30 3 ലക്ഷം എന്ന് കിട്ടും എക്സിൻ്റെ ഷെയർ. എക്സിൻ്റെ ഷെയർ 3 ലക്ഷം ആണെങ്കിൽ വൈയുടെ ഷെയർ ബാക്കി 3,60,000 ആയിരിക്കും. ശരിയാണോ? അപ്പോൾ എക്സിൻ്റെ വൈയുടെയും ഷെയർ 3 ലക്ഷവും 3,60,000. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അച്ചുവിൻ്റെ വീടിന് ചുമര് തേക്കുന്നതിന് സിമൻറ്റ് അല്ലേ, സിമൻറ്റ് വേണം, അതുപോലെ മണലും വേണം. ഏത് റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്? 1:5 എന്ന റേഷ്യോയിലാണ് അത് മിക്സ് ചെയ്യേണ്ടത്, സിമൻറ്റും മണലും. അതായത് എത്ര സിമൻറ്റ് എടുക്കുന്നോ അതിൻ്റെ 5 ഇരട്ടി വേണം മണൽ എന്നർത്ഥം. ഓക്കെ, ഇതിനായി 45 ചാക്ക് സിമൻറ്റ് വാങ്ങി അല്ലേ. എത്ര സിമൻറ്റ് വേണോ അതിൻ്റെ 5 ഇരട്ടി മണൽ വേണം. അപ്പം 45 ചാക്ക് സിമൻറ്റ് വാങ്ങിയെങ്കിൽ എത്ര മണൽ വേണം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ 5 ഇരട്ടി മണൽ വേണം. ശരിയല്ലേ മക്കളെ? 45ൻ്റെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 45 × 5 225 ചാക്ക് മണൽ ആവശ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? സിമൻറ്റും മണലും 1:5 എന്ന റേഷ്യോയിലാണ് ചേർക്കേണ്ടത്. എത്ര സിമൻറ്റ് വേണോ അതിൻ്റെ 5 ഇരട്ടി മണൽ വേണം. അപ്പോൾ സിമൻറ്റ് 45 ചാക്ക് വേണമെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി മണൽ 45 × 5 എന്ന് വരുവേ. ഒരേ വലിപ്പമുള്ള 3 പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിറച്ചിരിക്കുന്നു അല്ലേ. സോ മക്കളെ, ഇതാണ് ഒന്നാമത്തെ പാത്രം, ഇതാണ് രണ്ടാമത്തെ പാത്രം, ഇതാണ് മൂന്നാമത്തെ പാത്രം. ഇതിലെല്ലാം മിൽക്കും വാട്ടറും ചേർന്ന മിശ്രിതം. ആദ്യത്തേതിൽ 3:2 എന്ന റേഷ്യോയിൽ, അടുത്തതിൽ മിൽക്കും വാട്ടറും ചേർന്ന മിശ്രിതം 2:1 എന്ന റേഷ്യോയിൽ, അടുത്തതിൽ മിൽക്കും വാട്ടറും ചേർന്ന മിശ്രിതം 7:3 എന്ന റേഷ്യോയിൽ. അപ്പം 3 തരം മിശ്രിതങ്ങളാണ്. 3ലും മിൽക്കും വാട്ടറും ഡിഫറെൻ്റ് അളവുകളിലാണ്. ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, മക്കളെ ഇത് മൂന്നാമത്തേത്.
ഇനി ഇത് മൂന്നും ചേർത്ത് പുതിയൊരു മിശ്രിതമാക്കി മക്കളെ. ഇത് മൂന്നും വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിൽ മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലായിരിക്കും എന്നതാണ് ചോദ്യം. ആദ്യത്തെ പാത്രത്തിൽ 3:2 എന്ന റേഷ്യോയിലായിരുന്നു. രണ്ടാമത്തെ പാത്രത്തിൽ 2:1 എന്ന റേഷ്യോയിലാണ്. മൂന്നാമത്തെ പാത്രത്തിൽ 7:3 എന്ന റേഷ്യോയിലാണ്. ഇത് മൂന്നും ഒരുമിച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ അതിൽ മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലാണ് എന്നതാണ് ചോദ്യം. അർത്ഥം മനസ്സിലായി? ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ് ആദ്യം പറഞ്ഞു തരാം ഇത്തരം ചോദ്യങ്ങളുടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റും കൂടെ പറഞ്ഞുതരാം. മക്കളെ, ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ് ഇങ്ങനെ. ഇത്തരം ചോദ്യങ്ങളിൽ ഇതിൻ്റെ LCM ഇവിടെ സം എത്രയാണെന്ന് നോക്കുക. ഇവിടെ സം എത്രയാണ് മക്കളെ? ഇവിടെ സം എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടെ സം എത്രയാണ് മക്കളെ? ഇവിടെ സം 5, ഇവിടെ സം 3. ഇവിടെ ഇതിൻ്റെ സം എത്രയാണ്? 10. അപ്പം ഇതിൻ്റെ മൂന്നിൻ്റെ സം എടുത്തു. 1 5, 1 3, 1 10. ഈ 3 സംഖ്യകളുടെ LCM കാണുക. ഈ 3 സംഖ്യകളുടെ LCM 30 ആണ്. LCM 30 ആണ്. 5ൻ്റെ 3ൻ്റെ 10ൻ്റെ. ഈ 30 LCM കിട്ടണമെങ്കിൽ 5ൻ്റെ കൂടെ ഏത് ഗുണിക്കണം നോക്കുക. 5 × 6 ആണ് 30. ശരിയല്ലേ? അതേ 6 കൊണ്ട് ഈ 2 റേഷ്യോയും ഗുണിക്കുക. അപ്പം 18:12 എന്ന് വരും. ഓക്കെ. 30 കിട്ടാൻ ഈ 3നെ ഏതുകൊണ്ട് ഗുണിക്കണം നോക്കുക. 10 കൊണ്ട്. ആ 10 കൊണ്ട് ആ റേഷ്യോയെ 2 ഗുണിക്കുക. അപ്പോൾ 2 × 10 20, 1 × 10 10 എന്ന് കിട്ടും. ഇനി 30 കിട്ടാൻ 10നെ ഏതുകൊണ്ട് ഗുണിക്കണം നോക്കുക. 3 കൊണ്ട്. ആ 3 കൊണ്ട് ഈ 2 റേഷ്യോയെ ഗുണിക്കുമ്പം 7 3 21:9 എന്ന് കിട്ടും. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ എല്ലാത്തിൻ്റെ സം ഈക്വൽ ആക്കാനാണ്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ സം 30, സം 30, സം 30. സം ഈക്വലായില്ലേ? സം ഈക്വലായി. സം ഈക്വലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. എന്താ ചെയ്തേ? ഞാൻ ചെയ്തത് വേറൊന്നുമില്ല. ഇവിടെ സം കണ്ടുപിടിച്ച് 5, ഇവിടെ സം കണ്ടുപിടിച്ച് 3, ഇവിടെ സം കണ്ടുപിടിച്ച് 10. ഈ 5ൻ്റെയും 3ൻ്റെയും 10ൻ്റെയും LCM കണ്ടു 30. 30 കിട്ടാൻ ഇതിനെ 5നെ 6 കൊണ്ട് ഗുണിക്കണം എന്നറിയാം. അതുകൊണ്ട് ഇതിനെ 6 കൊണ്ട് ഗുണിച്ചു. 30 കിട്ടാൻ 3നെ 10 കൊണ്ട് ഗുണിക്കണം എന്നറിയാം. അതുകൊണ്ട് ഇതിനെയും 10 കൊണ്ട് ഗുണിച്ചു. 30 കിട്ടാൻ 10നെ 3 കൊണ്ട് ഗുണിക്കണം എന്നറിയാം. അതേ 3 കൊണ്ട് ഇതിനെയും ഗുണിച്ചു. അപ്പം ഇവിടെ സം 30, ഇവിടെ സം 30, ഇവിടെ സം 30 ആയി. സം ഈക്വലായി. സം ഈക്വലായാൽ മിൽക്കിൻ്റെ പുതിയ റേഷ്യോ കാണാൻ മിൽക്കിൻ്റെ റേഷ്യോകൾ കൂട്ടിക്കൂട്ടി പോയാൽ മതി. ഇവിടെ മിൽക്കിൻ്റെ റേഷ്യോ 18 പ്ലസ് ഇവിടെ മിൽക്കിൻ്റെ റേഷ്യോ 20 പ്ലസ് ഇവിടെ മിൽക്കിൻ്റെ റേഷ്യോ 21. ഇത് കൂട്ടുന്നതായിരിക്കും മിൽക്കിൻ്റെ പുതിയ റേഷ്യോ. വാട്ടറിൻ്റെ പുതിയ റേഷ്യോ കാണാൻ ഇവിടെ വാട്ടറിൻ്റെ ഓരോന്നും കൂട്ടിയാണ്. ഇവിടെ വാട്ടർ 12 പ്ലസ് ഇവിടെ വാട്ടർ 10 പ്ലസ് ഇവിടെ വാട്ടർ 9. ഇതായിരിക്കും മക്കളെ ഉത്തരം. അപ്പം 41 പ്ലസ് 18 അല്ലേ? എത്ര കിട്ടും? 59 കിട്ടും. ഇവിടെ എത്ര കിട്ടും മക്കളെ? ഇവിടെ 12 പ്ലസ് 10 പ്ലസ് 9 കിട്ടും. 31 കിട്ടും. 59:31 ഉത്തരം. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇതാണ് അതിൻ്റെ ഷോർട്ട് മെത്തേഡ്. ചെയ്തത് ഒന്നുകൂടെ പറയട്ടെ. സം ഈക്വൽ ആയിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെയും മിൽക്ക് കൂട്ടുന്നതാണ് മിൽക്കിൻ്റെ പുതിയ റേഷ്യോ, എല്ലാത്തിൻ്റെയും വാട്ടർ കൂട്ടുന്നതാണ് വാട്ടറിൻ്റെ പുതിയ റേഷ്യോ. സം ഈക്വൽ ആയിരുന്നെങ്കിൽ. ഇവിടെ സം ഈക്വൽ അല്ലല്ലോ. സം ഈക്വൽ ആക്കാൻ ഞാൻ ചെയ്തത് ഓരോന്നിൻ്റെയും സമ്മ് കണ്ടുപിടിച്ച് അതിൻ്റെ LCM എടുത്തിട്ട് LCM കിട്ടാൻ ഏതുകൊണ്ട് ഗുണിക്കണം നോക്കി ആ സംഖ്യ കൊണ്ട് റേഷ്യോയെ ഗുണിച്ച് സം ഈക്വൽ ആക്കി എഴുതി ഞാൻ. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ ഞാൻ. എനിക്കൊരു സംതൃപ്തി കുറവ് മക്കളെ. അതായത് ഒന്നുമില്ലെന്നേ. ഇവിടെ സം 5, ഇവിടെ സം 3, ഇവിടെ സം 10. സമ്മ് ഓരോന്നിൻ്റെ 5 3 10 ആണ്. ഈ 3 സമ്മിൻ്റെ LCM കണ്ടു 30. 30 കിട്ടാൻ ഈ 5നെ ഏത് കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 6 കൊണ്ടല്ലേ? ആ 6 കൊണ്ട് ഇതിനെ ഗുണിച്ചു. അപ്പോൾ അത് 18ഉം 12ഉം ആയി. ഇനി 30 കിട്ടാൻ ഈ 3നെ ഏത് കൊണ്ട് ഗുണിക്കണം? 10 കൊണ്ട്. 10 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ 20ഉം 10ഉം ആയി. 30 കിട്ടാൻ ഈ 10നെ ഏത് കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട്. ആ 3 കൊണ്ട് ഇതിനെ 2 ഗുണിക്കുമ്പോൾ 21ഉം 9ഉം ആയി. ഇപ്പോൾ ഇവിടെ 30 സം 30 സം ഈക്വലായില്ലേ? സം ഈക്വലായാൽ മിൽക്കെല്ലാം കൂട്ടുന്നത് മിൽക്കിൻ്റെ റേഷ്യോ, വാട്ടർ എല്ലാം കൂട്ടുന്നത് വാട്ടറിൻ്റെ റേഷ്യോ. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ് കേട്ടോ. ഓക്കെ. ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് വൈസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, കുറച്ച് നേരമായി. ശ്രദ്ധിച്ചോ മക്കളെ. കൺസെപ്റ്റ് വൈസ് ഇത്രേ ഉള്ളൂ മക്കളെ. അതായത് ഇതിൽ മിൽക്കുണ്ട്, ഇതിലും മിൽക്കുണ്ട്, ഇതിലും മിൽക്കുണ്ട്. എല്ലാത്തിലും മിൽക്കിൻ്റെ അളവ് എടുത്ത് കൂട്ടുന്നതാണ് മിൽക്കിൻ്റെ പുതിയ റേഷ്യോ. ആദ്യത്തേതിൽ മിൽക്ക് 5/3 ഭാഗമല്ലേ? ആണ്. രണ്ടാമത്തേതിൽ മിൽക്ക് 3/2 ഭാഗമല്ലേ? പ്ലസ് മൂന്നാമത്തേതിൽ മിൽക്ക് 10/7 ഭാഗമല്ലേ? ഇതെല്ലാം കൂട്ടുന്നതാണ് മിൽക്കിൻ്റെ പുതിയ റേഷ്യോ.
ഓക്കെ, ഇനി വാട്ടറിൻ്റെ പുതിയ റേഷ്യോ കാണാൻ ആദ്യത്തേതിൽ വാട്ടർ 5ൽ 2 ഭാഗമല്ലേ, പ്ലസ് രണ്ടാമത്തേതിൽ വാട്ടർ 3ൽ 1 ഭാഗമല്ലേ, മൂന്നാമത്തേതിൽ വാട്ടർ 10ൽ 3 ഭാഗമല്ലേ, ഇതെല്ലാം കൂട്ടുന്നതാണ് വാട്ടറിൻ്റെ പുതിയ റേഷ്യോ. ഇതാണ് മിൽക്കിൻ്റെ പുതിയ റേഷ്യോ, ഈസ്റ്റ് ഇതാണ് വാട്ടറിൻ്റെ. ഇത് സോൾവ് ചെയ്ത റേഷ്യോ കണ്ടുപിടിക്കണം. ഇതാണ് അതിൻ്റെ നോർമൽ മെത്തേഡ്. ഒന്നുമില്ല, ആദ്യത്തേതിൽ 5ൽ 3 ഭാഗം മിൽക്ക്, രണ്ടാമത്തേതിൽ 3ൽ 2 ഭാഗം മിൽക്ക്, മൂന്നാമത്തേതിൽ 10ൽ 7 ഭാഗം മിൽക്ക്. അതെല്ലാം കൂടെ കൂട്ടുന്നതാണ് മിൽക്കിൻ്റെ പുതിയ അളവ്. ആദ്യത്തേതിൽ വാട്ടർ 5ൽ 2 ഭാഗം, രണ്ടാമത്തേതിൽ വാട്ടർ 3ൽ 1 ഭാഗം, മൂന്നാമത്തേതിൽ വാട്ടർ 10ൽ 3 ഭാഗം. അതെല്ലാം കൂട്ടുന്നതാണ് വാട്ടറിൻ്റെ. ഇതെല്ലാം കൂട്ടണം, ഇതുമെല്ലാം കൂട്ടണം, എന്നിട്ട് മിൽക്കിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ 59:31 കിട്ടിക്കോളും. ഇതതിൻ്റെ നോർമൽ മെത്തേഡ്. എൻ്റെ അമ്മോ, മനസ്സിലായോ? യെസ്. അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു മക്കളെ. ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് കാണാം അടുത്ത ദിവസം. താങ്ക്